മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഇന്ന് ദൈവത്തിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ദൂത് നമ്മുടെ ഹൃദയത്തോട് ദൈവം ഇടപെടുക. നമ്മുടെ അവസ്ഥയറിഞ്ഞ്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളറിഞ്ഞ്, ഓരോ നിമിഷങ്ങളും നമ്മെ വഴി നടത്തുന്ന കർത്താവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ കൃപ ഇന്ന് പകൽ ധാരാളമായി അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷം 15 അധ്യായം 28 വാക്യം, അവളോട്, സ്ത്രീയെ, നിന്റെ വിശ്വാസം വലിയത്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു. ആ നാഴിക മുതൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെടുത്ത്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ തൊടുന്ന ദൈവിക ദൂത്, നിന്റെ വിശ്വാസം വലിയത്. കനാന്യ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്ന വാക്ക്, നിന്റെ വിശ്വാസം വലിയത്. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് ഹൃദയത്തിൻ്റെ ആഴങ്ങളിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പകരുന്ന ദൂത് ജീവിതത്തിൽ വലിയ വിടുതലിനും വലിയ ദൈവപ്രവർത്തിക്കും കാരണമായി തീരുവാൻ ഇടയാകുകയാണ്. ദൈവത്തിൻ്റെ ശബ്ദമിതാ. ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് നമ്മുടെ വിശ്വാസം വലിയത്. ഏത് തലത്തിലാണ് അപ്രകാരം ആകേണ്ടത്? നമ്മുടെ പ്രശ്നത്തേക്കാൾ നമ്മുടെ വിശ്വാസം വലുതായിരിക്കുക. നമ്മുടെ വിഷയത്തേക്കാൾ നമ്മുടെ വിശ്വാസം വലിയത്. നമ്മുടെ പ്രതികൂലത്തേക്കാൾ നമ്മുടെ വിശ്വാസം വലിയത്. നാം അനുഭവിക്കുന്ന കഷ്ടത, അതിനേക്കാൾ വലുതാണ് എൻ്റെ വിശ്വാസം എങ്കിൽ, ഞാൻ അനുഭവിക്കുന്ന വേദനയേക്കാൾ എൻ്റെ വിശ്വാസം, എൻ്റെ കർത്താവിലുള്ള, എൻ്റെ ദൈവത്തിലുള്ള വിശ്വാസം വലുതാണെങ്കിൽ നിശ്ചയവ അതിനകത്ത് ദൈവത്തിൻ്റെ കരം ഇറങ്ങാതിരിക്കത്തില്ല. ആ വിഷയത്തിന് മറുപടി ലഭിക്കാതിരിക്കത്തില്ല. നമ്മുടെ പ്രശ്നത്തേക്കാൾ ദൈവം വലിയവനാണെന്നുള്ള പ്രത്യാശ നമ്മുടെ അകത്തളങ്ങളിൽ വെളിപ്പെട്ടു വരുമ്പോൾ നിശ്ചയവാ നമ്മുടെ വിശ്വാസം, നമ്മുടെ വിഷയത്തേക്കാൾ നമ്മുടെ വിശ്വാസവും വലുതായി തീരും. ആ തലത്തിൽ നിന്ന് ഒരിക്കലും പരാജയപ്പെടത്തില്ല. വിശ്വസിച്ച ദൈവത്തിൽ ജീവിതത്തിൻ്റെ തലങ്ങളിൽ മഹത്വം കാണാതിരിക്കത്തില്ല, ദൈവപ്രവൃത്തി കാണാതിരിക്കത്തില്ല. അതുകൊണ്ട് തൻ്റെ ശിഷ്യന്മാർ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന കാലഘട്ടത്തിൽ അവർക്ക് തിരിച്ചറിവുണ്ടായത്, അവർക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, വിശ്വാസം ഒന്ന് വർദ്ധിക്കണം, അവരുടെ വിശ്വാസം ഒന്ന് വലുതായി മാറണം. അതുകൊണ്ട് അവർ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയം പോലെയാക്കി കർത്താവിനോട് ലൂക്കോസിൻ്റെ സുവിശേഷം 17 അധ്യായത്തിൽ 5 വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്, ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. കർത്താവിനോട് പ്രാർത്ഥനാ വിഷയമാക്കി മാറ്റിയിരിക്കുക. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണം. വിശ്വാസം വർദ്ധിച്ച, വിശ്വാസം വലുതായ ദൈവപ്രസാദമുണ്ട്, ദൈവത്തിൻ്റെ കരവുണ്ട്. ശത്രുവിന് ഒന്നും ചെയ്യാൻ കഴിയാതെ വണ്ണം ദൈവിക ഇടപെടൽ വിശ്വസിക്കുന്ന വ്യക്തി ജീവിതങ്ങളുടെ കൂടാരത്തിൽ നിശ്ചയമായി സംഭവിക്കും. കനാന്യ സ്ത്രീയോട് യേശു കർത്താവ് പറയുന്ന വാക്ക്, നിന്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. വിശ്വാസം വലുതായ അവളുടെ ജീവിതത്തോട് കർത്താവ് പറഞ്ഞ ദൂത് ഇപ്രകാരമാണ്, നിന്റെ ഇഷ്ടം എന്താ അത് ഭവിക്കട്ടെ. ദൈവത്തിൻ്റെ പൈതലേ, വലിയ വിശ്വാസത്തിൻ്റെ ഒരു ഹൃദയത്തിൻ്റെ തലമാണോ നമ്മുടെ ജീവിതത്തെങ്കിൽ നിശ്ചയവ നമ്മുടെ ഇഷ്ടങ്ങൾക്ക് സാധ്യത കൂടുതലാണ്. കാരണം ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ, ദൈവത്തിൻ്റെ കരുതൽ അതിനകത്ത് നിശ്ചയമായി വെളിപ്പെട്ടു വരും. ഇന്ന് പകൽ വചനത്തിൻ്റെ ദൂത് ആഴമായി ഹൃദയത്തിൻ്റെ തലങ്ങളിൽ ഏറ്റെടുക്കട്ടെ. എൻ്റെ വിശ്വാസം ഇന്ന് പകൽ
എൻ്റെ പ്രശ്നത്തേക്കാൾ വലുതായിരിക്കുന്നു, എൻ്റെ വിഷയത്തേക്കാൾ എൻ്റെ വിശ്വാസം വലുതായിരിക്കുന്നു. അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ കഴിയും? ആ വിഷയത്തെക്കുറിച്ച് നിരാശയില്ല, ആ വിഷയത്തെക്കുറിച്ച് ആകുലതകളില്ല. കാരണം വിശ്വാസം വലുതായി നിൽക്കുന്നു. അത് പരിചയ, നിരാശയെ തടുക്കുന്ന പരിചയ. ദൈവത്തിൻ്റെ പൈതലേ, ഇന്ന് പകൽ ഏതെങ്കിലും വിഷയത്തെ ചൊല്ലി മനസ്സ് ഭാരപ്പെടുന്നെങ്കിൽ, മനസ്സ് വിചാരപ്പെടുന്നെങ്കിൽ, മനസ്സിൽ നിരാശ നിറഞ്ഞിരിക്കുന്നെങ്കിൽ, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം, എൻ്റെ വിശ്വാസം വർദ്ധിക്കണം. ദൈവത്തിൻ്റെ പൈതലേ, ദൂത ഹൃദയത്തിൻ്റെ തലങ്ങളിൽ പരിശുദ്ധാത്മ പകരുക, വിശ്വാസം വലുതാകുക. എൻ്റെ പ്രശ്നത്തേക്കാൾ എൻ്റെ വിശ്വാസം വലുതാകുമ്പോൾ എന്നിൽ ദൈവപ്രസാദമുണ്ട്, എന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ സംരക്ഷണമുണ്ട്, എന്നിൽ എൻ്റെ ദൈവത്തിൻ്റെ കരുതൽ നിശ്ചയമായി വെളിപ്പെട്ടു വന്നിരിക്കും. വലിയ വിശ്വാസമായി യേശുവിൻ്റെ അടുക്കൽ വന്നവൾക്ക് ഇതാ തൻ്റെ മകൾക്ക് വിഷയം ദൈവം നിവർത്തിയാക്കി, അത് നടപ്പിൽ വരുത്തി. അവളുടെ കണ്ണുനീരും കുടുംബത്തിൻ്റെ വേദനകളും കുടുംബത്തിൻ്റെ നൊമ്പരങ്ങളും തുടച്ചു മാറ്റുവാൻ കഴിഞ്ഞു. ഏത് നിമിത്തവാ? അവളുടെ വലിയ വിശ്വാസം. അവളുടെ വിഷയത്തേക്കാൾ അവൾക്ക് വിശ്വാസവാ വലുതായിരിക്കുന്നു, അവളുടെ വിശ്വാസവാ അവളിൽ വലുതായിരിക്കുന്നത്. ഇന്ന് പകൽ ഇങ്ങനൊരു കാഴ്ചപ്പാടിൽ, ഇങ്ങനെ ഹൃദയ തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സമർപ്പിക്കുമ്പോൾ ആ വേദന മാറും. കുടുംബത്തിലെ ദുഃഖങ്ങൾക്ക് പരിഹാരം ദൈവം വരുത്തും. ഇന്ന് പകൽക്കാലം ദൂതാഴത്തിൽ വിശ്വസിക്കട്ടെ, വചനമേറ്റെടുക്കട്ടെ. എൻ്റെ വിശ്വാസം വലുതെങ്കിൽ എൻ്റെ ജീവിതം ജയമാ, പരാജയപ്പെടത്തില്ല. ജയഘോഷം കൊണ്ടാടുന്ന നിലവാരത്തിൽ കർത്താവിൻ്റെ കരം ഇറങ്ങും, ദൈവം ചലിക്കും, കർത്താവ് പ്രവർത്തിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായി ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, ഇന്ന് കേൾപ്പിച്ച ദൂതനായി സ്തോത്രം, ആലോചനയ്ക്കായി സ്തോത്രം. ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ. പ്രശ്നത്തെക്കാൾ, ഞങ്ങളുടെ വിഷയത്തെക്കാൾ ഞങ്ങളുടെ വിശ്വാസം വലുതായിരിക്കട്ടെ. ദൈവമേ, അങ്ങനെ കൃപ ദൈവം പകരുവാനായി പ്രാർത്ഥിക്കുന്നു. വചനം കേൾക്കുന്ന ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ഓരോ ജീവിതങ്ങളുടെ മേൽ കർത്താവ് വചനത്തിൻ്റെ ദൂത് ചലിക്കുവാൻ, ഇഷ്ടങ്ങൾ നിറവേറുന്ന ദിവസങ്ങളായി, കർത്താവ് നിവൃത്തിയാക്കുന്ന ദിവസങ്ങളായി തീരാൻ പോകുന്നതിനായി സ്തോത്രം. ഓരോ ദൈവമക്കളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക, അനുഗ്രഹമായി തീരട്ടെ. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിന് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.